ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ലൊരു ഗ്രില്ലിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഒപ്പം ലെമൺ ബട്ടർ ഗാർലിക് സോസ്. ഇത് രണ്ടുമാണ് ഇന്നത്തെ ഡിഷ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഗ്രീൻ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഹാഫ് മതി. പിന്നെ ഒരു തുടം വെളുത്തുള്ളി, ലെമൺ ജസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങയുടെ തൊലിയില്ലേ, അത് ചെറുതായിട്ട് ചിരണ്ടി എടുക്കുക. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാള, ആവശ്യത്തിന് പച്ചമുളക്. പിന്നെ ഞാൻ അവിടെ എടുത്തേക്കുന്നത് മല്ലിയില, പുതിനയില, പാർസലിയുടെ ഇല. ഞാൻ മസാല കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇത്ര അധികം ഇൻഗ്രീഡിയൻസ് എടുത്തേക്കുന്നത്. അഥവാ നിങ്ങൾക്ക് കുറച്ചുണ്ടാക്കിയാൽ മതിയെങ്കിൽ ഇതിൻ്റെ എമൗണ്ടൊക്കെ ഒന്ന് കുറയ്ക്കുക, ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് കുറച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം, ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഗ്രൈൻഡർ എടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഇലകളൊക്കെ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ലെമൺ ജസ്റ്റ് ഇടാൻ പാടില്ല കേട്ടോ. ലെമൺ ജസ്റ്റ് നമ്മൾ ലാസ്റ്റാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഹാഫ് നാരങ്ങ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റത്തെ സെറ്റ് നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ സെറ്റ് അരച്ചെടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാതും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഹാഫ് നാരങ്ങയും കൂടി അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ സെറ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരല്പം ഉപ്പും ചേർത്ത് നമുക്ക് പിന്നെ ബാക്കിയുള്ള ഇലകളും കൂടി ആഡ് ചെയ്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ലെമൺ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒപ്പം ബാക്കിയുള്ള ഹാഫ് ലെമൺ ഇല്ലേ, അതിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഏതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല കേട്ടോ, ഫ്രഷ് ക്രീമോ കുക്കിംഗ് ക്രീമോ ഏതായാലും കുഴപ്പമില്ല. അതിന് നമ്മുടെ ഗ്രീൻ മസാല റെഡി ആയിട്ടുണ്ട്. കണ്ട, നല്ല ഗ്രീനി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതാണല്ലോ ഗ്രീൻ മസാല. പക്ഷേ നല്ലൊരു പെർഫെക്റ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ മസാല മാത്രം എടുക്കാം. ബാക്കി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാം. അതിന് നമ്മൾ സാധാ ഗ്രില്ല് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. വലിയ ചിക്കനാട്ടോ, അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഗ്രില്ല് ചെയ്യാനുള്ള പരുവത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മസാലക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
എന്നാലേ എല്ലാ ഇതിൻ്റെ മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കണം. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ആ ഒരു നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ലെമൺ ബട്ടർ ഗാർലിക് സോസ് ഉണ്ടാക്കാം. ഞാൻ ലെമൺ ബട്ടർ ഗാർലിക് സോസ് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഒരു ഫിഷ് ഫില്ലറ്റിൻ്റെ റെസിപ്പി. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലിലൊന്ന് കയറി ഫിഷ് ഫില്ലറ്റിൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാൻ വെച്ച് നമുക്ക് ആവശ്യമുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നല്ലോണം മെൽറ്റായ ശേഷം ഇതിലേക്ക് ഒരു തുടം വെളുത്തുള്ളി മുഴുവനും നല്ല ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവറായിട്ട് മുരിഞ്ഞു പോകരുത്. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സവാള ഇട്ടിട്ട് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക കേട്ടോ. ഞാൻ അരിഞ്ഞത് കുറച്ച് വലുതായി പോയിട്ടുണ്ട്, അപ്പോൾ കുറച്ചും കൂടി നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് 2 മീഡിയം സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള അധികം മുരിയണം എന്നൊന്നുമില്ല, നല്ല ട്രാൻസ്പെറൻറ്റ് കളറായാൽ മതി. ഒരു നമുക്ക് അധികം മുരിയാണ്ട് കിടക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവം മതി, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, നമ്മളെ കറുകപ്പട്ടയുടെ പൊടി, അതും കൂടി ആഡ് ചെയ്ത് നല്ലൊരു സ്മെല്ലും ടേസ്റ്റുമാണ് കേട്ടോ നമ്മൾ ഈ സോസിന്. അപ്പോൾ അതൊക്കെ നന്നായി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഇതിലേക്ക് കുക്കിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല. ഞാൻ ഇതിലേക്ക് 1 കപ്പ് കുക്കിംഗ് ക്രീം, 1 കപ്പും പിന്നെ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട്. കുറച്ചധികം ക്വാണ്ടിറ്റി, കുറച്ച് ഓവർ വലിയ എമൗണ്ട് അല്ല, എന്നാലും കുറച്ച് ഞാൻ 1 കപ്പും അതിൽ 1/4 കപ്പും കൂടി എക്സ്ട്രാ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ 1 കപ്പ് പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ സബ് ഹെഡിങ് ഞാൻ 1 കപ്പേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ഞാൻ 1/4 കപ്പും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ലെമണും കൂടി ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സിലേക്ക് കടന്നു തുടങ്ങി. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നല്ല ടേസ്റ്റുമാണ്. നല്ല നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ പാർസ്ലിയുടെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാർസ്ലിയുടെ ഇല തന്നെ വേണം കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക. കാരണം മല്ലിയില ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായി പോകും. അപ്പോൾ പാർസ്ലിയുടെ ഇല ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ലെമൺ ബട്ടർ ഗാർലിക് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. നല്ല സിമ്പിളാണ്. ഞാനിവിടെ ഡബിൾ സൈഡ് ഫ്രൈ പാനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ മിക്ക വീഡിയോസിലും എൻ്റെ ഈ ഒരു ഫ്രൈ പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല സിമ്പിളാട്ടോ ഇതിൽ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം. വലിയ വിലയൊന്നുമില്ല. നമുക്ക് ഓഫറിലൊക്കെ നല്ലൊരു റേറ്റ് വ്യത്യാസത്തിന് നമുക്ക് ഈ ഡബിൾ സൈഡ് ഫ്രൈ പാന് കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് സാധാ ഫ്രൈ പാനിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. കണ്ടാൽ നല്ലൊരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചിക്കൻ ചെറുതായിട്ടൊന്ന് സ്മോക്കി ഫ്ലേവർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ ചൂടാക്കിയിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ നടുവിൽ വെക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ മൂടി കൊടുക്കുക. നല്ല മണവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.